നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ 12:30 ആ കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ഡി ലാഫിയുൻ്റെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ റഫറിങ്ങിനെ കുറിച്ച് പലരും ചോദിക്കുകയുണ്ടായി. അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, റഫറിക്ക് ഒരിക്കലും ഇത് വേൾഡ് കപ്പ് ഫൈനലാണ്, ഇവിടെ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പെർമിസീവ്ലി അദ്ദേഹത്തിന് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇത് ഫുട്ബോളാണല്ലോ. അപ്പോൾ ഫുട്ബോളിന് ഒരു നിയമവശമുണ്ട്. ആ ലീഗാലിറ്റി ക്രോസ് ചെയ്യാൻ പറ്റില്ല, അത് സാധിക്കില്ല. അദ്ദേഹം ഒരു മുന്നറിയിപ്പ് എന്ന രൂപത്തിൽ തന്നെ സംസാരിക്കുകയാണ്. നിയമം അനുസരിച്ചല്ലാതെ ഒരു കാര്യം നടക്കരുത് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എന്ന് ലൂയിസ് ഡി ലാഫിയുണ്ടൊക്കെ നിർബന്ധമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് റഫറിമാരിൽ ഒട്ടും ഇളക്കം തട്ടാത്ത വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ളൊരു മത്സരമായിരിക്കും ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതിനെക്കുറിച്ചും എനിക്ക് നല്ല വിശ്വാസവും ബോധ്യവുമുണ്ട് എന്നുകൂടി ഡി ലാഫിയുണ്ട പറയുന്നു. അതേസമയം അർജന്റീനയുടെ പ്ലേയിങ് സ്റ്റൈൽ പ്രൊവോക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതല്ലേ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അവരവരുടെ ഫുട്ബോൾ കളിക്കും, ഞങ്ങൾ ഞങ്ങളുടെ ഫുട്ബോളിൽ മാത്രം ശ്രദ്ധിക്കണം, ഞങ്ങളുടേതായിട്ടുള്ള കളി രീതിയിൽ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫിലോസഫിയിൽ നിന്ന്, ഞങ്ങളുടെ മോഡലിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ സഫർ ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളങ്ങളിൽ ഞങ്ങളെപ്പോഴും കംഫർട്ടബിളാണ്. ഈ ഒരു മത്സരം തീർച്ചയായിട്ടും ഇതെങ്ങനെ കളിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അവരുടെ പ്രൊവോക്കേഷനുകളിൽ വീഴാതിരിക്കുക എന്ന് പറഞ്ഞാൽ അർജന്റീന അങ്ങനെ ചെയ്യുമെന്നല്ല, അങ്ങനെ ഉണ്ടായാൽ പോലും അതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി കോച്ച് ലൂയിസ് ഡി ലാഫിയുണ്ട പറയുന്നു. അതോടൊപ്പം വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം, വിജയിക്കുക എന്നുള്ളത് രണ്ടാമതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എല്ലാ തവണ എത്തുകയും പരാജയപ്പെടുകയും ചെയ്യുകയാണ് പോലും അത് നടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫൈനലിൽ എത്തുക, ഒരു വിന്നിംഗ് പോസ്റ്റിൽ എത്തുക എന്നുള്ളതാണ്. ഫൈനലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് വിജയിക്കാനായിട്ടുള്ള ആ ഒരു ഫൈറ്റ് നടത്തുക, അത് വളരെ ക്രൂഷ്യലാണ്. ഞങ്ങളുടെ സ്ട്രെങ്ത് വെച്ച് ഞങ്ങൾ മാക്സിമം പോരാടും, എതിരാളികളുടെ സ്ട്രെങ്ത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവരും ഒരു ഗ്രേറ്റ് ടീമാണ്, ഒരു സ്പെക്ടാക്കുലർ റണ്ണാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മൊമെൻറ്റ് ഞങ്ങളുടെ വിജയിക്കാനുള്ള സാധ്യതയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഡി ലാഫിയുണ്ട പറയുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.